നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം റദ്ദാക്കി ഹൈക്കോടതി. വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് കാണിച്ച് UDF നൽകിയ ഹർജിയിലാണ് അനുകൂല വിധി. പട്ടാമ്പി ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർന്ന 7 നഗരസഭകൾക്കും ഒരു പഞ്ചായത്തിനും വിധി ബാധകം. LSGD AE ഇല്ലാത്ത പ്രശ്നം. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിഷേധം. ജില്ലാ പഞ്ചായത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ തടഞ്ഞുവച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപണം. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ CPM പ്രക്ഷോഭത്തിൽ. ബാങ്കിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാർച്ച് നടത്തി. ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കോംപ്രമൈസിനും CPM തയ്യാറല്ലെന്ന് നേതാക്കൾ. മുണ്ടൂർ തൂത പാത നവീകരണം കാലതാമസമില്ലാതെ പൂർത്തിയാക്കുമെന്ന് K പ്രേംകുമാർ MLA. പുഞ്ചപ്പാടത്തെ വള ഉൾപ്പെടെ അപകട സാധ്യതാ മേഖലകളിൽ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും MLA. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും. ഈ മാസം 30-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം പ്രഖ്യാപനമുണ്ടാകും. പെരിന്തൽമണ്ണ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവത്തിലേക്ക്. 52ാമത് ഖാദർ അലി ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 20-ന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങും. 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. വിശദമായ വാർത്തകൾ നോക്കാം. പട്ടാമ്പി നഗരസഭ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. നിലവിലുണ്ടായിരുന്ന 28 വാർഡുകൾ സർക്കാർ പുതിയ ഉത്തരവിലൂടെ 29 വാർഡുകളായാണ് പ്രഖ്യാപിച്ചത്. ഇതിനാണ് സ്റ്റേ. വാർഡ് വിഭജനത്തിനെതിരെ പട്ടാമ്പി നഗരസഭ UDF കമ്മിറ്റിക്ക് വേണ്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി CA റാസി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. ഇതോടൊപ്പം കക്ഷി ചേർന്നിട്ടുള്ള സംസ്ഥാനത്തെ മറ്റ് 7 നഗരസഭകൾക്കും ഒരു പഞ്ചായത്തിനും ഇതേ വിധി ബാധകമാണ്. 2011 സെൻസസ് പ്രകാരം 2015 രൂപീകരിച്ച നഗരസഭയെ അതേ സെൻസസ് റിപ്പോർട്ടിനെ മാനദണ്ഡമാക്കി വീണ്ടും വിഭജിക്കുന്ന നടപടി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന നിലപാടുമായാണ് UDF ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വാദം ഹൈക്കോടതി ശരിവെക്കുകയും ഒരേ സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭകളെ രണ്ടാമതും വിഭജിക്കുവാനുള്ള സർക്കാർ തീരുമാനം റദ്ദു ചെയ്യുകയുമായിരുന്നു. നിലവിലുണ്ടായിരുന്ന 28 വാർഡുകൾ സർക്കാർ പുതിയ ഉത്തരവിലൂടെ 29 വാർഡുകളായാണ് പ്രഖ്യാപിച്ചത്. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെയുള്ള പരാതികളിൽ ഹിയറിംഗും അന്വേഷണങ്ങളും നടന്നുവരുന്നതിനിടെയാണ് വാർഡ് വിഭജന നിർദ്ദേശം തന്നെ റദ്ദു ചെയ്യപ്പെടുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ LSGD AEയെ നിയമിക്കാതെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ലെന്നാരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ LSGD ഉദ്യോഗസ്ഥരെ തടഞ്ഞു. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ വർക്കുകൾ പോലും ടെൻഡർ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ അവലോകനത്തിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെയാണ് പ്രസിഡന്റ് V പ്രീതയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഓഫീസിൽ തടഞ്ഞുവെച്ചത്. നിലവിലുണ്ടായിരുന്ന AEയെ സ്ഥലം മാറ്റിയിട്ട് മാസങ്ങളായി. പകരം ആളെ നിയമിച്ചിട്ടില്ല. ഇത് കാരണം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ സ്പിൽ ഓവറാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കരിമ്പ പഞ്ചായത്തിലെ AEക്ക് ചുമതല നൽകിയെങ്കിലും ജോലിഭാരം കാരണം ബ്ലോക്കിലെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു മണ്ണാർക്കാട്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ നടത്തുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ പറഞ്ഞു. ഈ 117 പ്രൊജക്ടുകൾ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. കഴിഞ്ഞ 10 മാസത്തിലധികമായി ഇതിന് DPC അംഗീകാരം കിട്ടിയിട്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന AE ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി നൽകിയ 60ഓളം വരുന്ന പ്രൊജക്ടുകളുണ്ട്. പക്ഷെ ഒന്നിൻ്റെ പോലും ഇവിടെ ടെൻഡർ ഇവിടെ നടത്തിയിട്ടില്ല. ഏകദേശം 117 പ്രൊജക്ടുകൾ 12ാം മാസം വന്നിട്ടും ഒരു പ്രൊജക്ട് പോലും ഇവിടെ ടെൻഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ഇതിന്റെ ടെൻഡർ പൂർത്തീകരിക്കുക, എപ്പോഴാണ് ഇതിന്റെ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അതിന് ആശങ്കയുണ്ട്. ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഞങ്ങൾക്ക് സമാധാനം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട AX ഉൾപ്പെടെയുള്ള AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് അതിന് സമാധാനം പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടിട്ടല്ലാതെ അവര് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള EEയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 15 മാത്രമേ PSC നിയമനം നടക്കുകയുള്ളൂവെന്നാണ് ലഭിക്കുന്ന വിവരമെന്നും അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരെ നിയമിച്ച് പദ്ധതി നിർവഹണം എങ്ങനെ പൂർത്തിയാക്കുമെന്നുമാണ് സമരക്കാർ ചോദിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇത് അനുവദിക്കില്ല.
ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ LSGD ഓഫീസ് അടച്ചിടുമെന്നും സമരക്കാർ പറഞ്ഞു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് എയെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാമെന്ന് അനുരഞ്ജനത്തിനെത്തിയ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം വിദ്യാനാഥ് സമരക്കാരെ അറിയിച്ചു. യോഗ്യതയുള്ള 3-ലേറെ പേരുടെ പാനൽ തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തുന്നതിന് തടസ്സമില്ല. ഇങ്ങനെ നിയമിക്കുന്ന എയുടെ ശമ്പളം ബ്ലോക്ക് പഞ്ചായത്ത് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ നിയമനം നടത്താൻ AXയെ ചുമതലപ്പെടുത്താമെന്നും എസ്റ്റിമേറ്റ് തയ്യാറായ പ്രവൃത്തികളുടെ ടെൻഡർ ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പരിഹാരം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആളെ പോസ്റ്റ് ചെയ്യാത്തത് ഇതിനകത്ത് കുറച്ച് കോടതി ഇടപെടലുകളും സ്റ്റേയും ഒക്കെ വന്നതുകൊണ്ടാണ് സർക്കാരിന് ആളിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഫെബ്രുവരി 15-ാം തീയതിയൊക്കെ അവർക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. അത് അത്രയും സമയം അതിനകത്ത് എടുക്കും. പിന്നെ ബ്ലോക്കിന് വേണമെങ്കിൽ ഒരു AE സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യാം. അത് അതിൻ്റെ ഉത്തരവ് നിലവിലുണ്ട്. അത് ബ്ലോക്ക് അതിൻ്റെ പൈസ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ആ ഒരു ഉത്തരവ് നിലവിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ എടുക്കാം. അത് മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. PSC വഴി വരാനുള്ള ആൾ ഫെബ്രുവരി 15-ഓടുകൂടി എത്തുള്ളൂ എന്ന് നമ്മൾ ചീഫ് എഞ്ചിനീയറുമായിട്ടുള്ള മീറ്റിങ്ങുകളിലും JD ആയിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് വ്യക്തമാണ്. എത്ര സ്റ്റാഫിനെ വേണമെങ്കിലും നമുക്ക് ഓൺ ഫണ്ട് വെച്ച് എടുക്കാമെന്ന് പറഞ്ഞ ഉത്തരവ് നിലവിലുണ്ട്. അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, വൈസ് പ്രസിഡന്റ് തെക്കൻ ബഷീർ, സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ചെറുട്ടി, KP ബുഷറ, ബിജി ടോമി, അംഗങ്ങളായ തങ്കം മഞ്ചാടിക്കൽ, കുര്യൻ, പടുവിൽ കുഞ്ഞു മുഹമ്മദ്, മണികണ്ഠൻ വടശ്ശേരി, ആയിഷ ബാനു, ഓമന എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM ബാങ്കിലേക്ക് മാർച്ച് നടത്തി. അരിയൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കോംപ്രമൈസിനും CPM തയ്യാറല്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ പറഞ്ഞു. അരിയൂർ ബാങ്കിൽ കോടതി മുക്കിയ കള്ളന്മാരെ കൊള്ളക്കാരെ നിങ്ങൾക്കെതിരെ ഉയർന്നു പ്രതിഷേധത്തിന്റെ സാക്ഷിയെ. ബാങ്കിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന് നേതൃത്വം നൽകിയ ലീഗ് ജില്ലാ സെക്രട്ടറിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ലീഗ് സംസ്ഥാന നേതൃത്വത്തിനും മണ്ണാർക്കാട് MLAയ്ക്കുമെന്നും UT രാമകൃഷ്ണൻ പറഞ്ഞു. ബാങ്കിലെ അഴിമതി തുറന്നുകാട്ടിയ CPM നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ വിറളി പൂണ്ട UDF നിരന്തരം വാർത്താസമ്മേളനം നടത്തുകയാണ്. ഇടപാടുകാർ അറിയാതെയും ബിനാമി പേരുകളിലും വൻതുകയാണ് ബാങ്കിൽ നിന്ന് അടിച്ചുമാറ്റിയത്. കോട്ടപ്പാടം പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിലെ 2.5 കോടി രൂപ അരിയൂർ ബാങ്കിലാണെന്നും ഇത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായതായും UT പറഞ്ഞു. ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കാരണം ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. ആ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് കോട്ടപ്പാട് നേതാക്കന്മാരല്ല. അവർ കോട്ടപ്പാട് മാത്രം ഒതുങ്ങുന്നില്ല, മണ്ണാർക്കാട് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങില്ല. പാലക്കാട് IUMLന്റെ ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറി കൂട്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃത്വം, ആ സംസ്ഥാന നേതൃത്വത്തിന് കൂടെ നിൽക്കുന്ന സ്ഥലം MLA, ഇത്തരത്തിലുള്ള MLAയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെയും അറിവും സമ്മതത്തോടു കൂടിയിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ കാലത്ത് തുടക്കം കുറിച്ചെങ്കിൽ ആ ഭരണസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരാളെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചെങ്കിൽ ആ ജില്ലാ നേതൃത്വത്തിന് ഇതിന്റെ പുറകിലുണ്ട്. ആ ജില്ലാ നേതൃത്വത്തിൻ്റെയും ഈ പറയുന്ന IUMLന്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ വശമതായിക്കൊണ്ട് തന്നെ ആ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. ആ അഴിമതിക്കെതിരെ കണ്ണടച്ചുകൊണ്ട് അതിനെതിരെ നടക്കാൻ പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ, ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ CPMനെ പോലെ പാർട്ടി ചെയ്യാറില്ല. ഉറക്കെ പ്രഖ്യാപിക്കുന്നു, CPMൽ ഒന്നും വിളിച്ചു വയ്ക്കാനില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ അത് ആര് ഭരിച്ചാലും, അത് CPM ആയാലും, അത് LDF ആയാലും, അത് കോൺഗ്രസ് ആയാലും, ഇത്തരത്തിലുള്ള പടാഭരണം പാവപ്പെട്ടവരുടെ പടാഭരണം നടത്തി കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെതിരായ പ്രതിനിധി കണ്ടെത്തി ആ ഇട്ട ആൾക്കാരുടെ പണം തിരിച്ചു ലഭിക്കാനും വാങ്ങിയ കടം പലിശരഹിതമായിട്ടുള്ള കടമല്ല, അർഹതപ്പെട്ട പലിശയായിട്ട് കിട്ടുവൽപ്പിച്ചുകൊണ്ട് ആ പണം തിരിച്ചടയ്ക്കുമ്പോൾ തന്നെ നിക്ഷേപിച്ച പണം പലിശ സഹിതം അവർക്ക് തിരിച്ചു ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ കൂടെ നിൽക്കാൻ പാർട്ടി സദാ തയ്യാറാണ്. കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറി M മനോജ് അധ്യക്ഷത വഹിച്ചു.
അരിയൂർ ബാങ്ക് യൂണിവേഴ്സൽ കോളേജിൽ നിക്ഷേപിച്ച പണം 4 ഇടപാടുകളിലായി എത്ര പണം പിൻവലിച്ചുവെന്ന് ബാങ്ക് ഭരണസമിതിയും UDFും പറയണമെന്ന് CPM കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറിയും യൂണിവേഴ്സൽ കോളേജ് മുൻ സെക്രട്ടറിയുമായ M. മനോജ് പറഞ്ഞു. സംസ്ഥാന രജിസ്ട്രാറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് താലൂക്കിലെ സംഘങ്ങൾ പണം നിക്ഷേപിച്ചത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. സംസ്ഥാന രജിസ്ട്രാറുടെ സർക്കുലർ പ്രകാരം മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ സംഘങ്ങളും യൂണിവേഴ്സലിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകൾക്കും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷയിൽ ഒപ്പിട്ട ആളുകളുടെ പേര് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറുണ്ടോ? നിക്ഷേപം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ 4 ഇടപാടുകളിലായി എത്ര പണം പിൻവലിച്ചു, ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തിയ ആളുകൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്താൻ വേണ്ടി തിരക്കഥ എഴുതുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന തകർച്ചയിലേക്കും നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. ഒരു സംശയവും വേണ്ട. തെറ്റ് ചെയ്തവനെ നിയമത്തിന് മുമ്പിലെത്തിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യം CPMനുണ്ടെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. നിങ്ങളെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, വിമർശിക്കപ്പെടാൻ പാടില്ല. എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരുടെ ആസ്തി കൊണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് DYSPക്ക് DYFI മണ്ണാർക്കാട്ടെ DYFIയുടെ പരാതി. പൊക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കിയിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്ത് മണ്ണാർക്കാട്ട് അങ്ങാടിയിലും കോട്ടപ്പാടത്തും വിലസാമെന്ന് നിന്ന് ധരിച്ചു പോകണ്ട. അത് വെറും വ്യാമോഹം മാത്രമാണ്. ലീഗേ, വെറും വ്യാമോഹം. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TR സെബാസ്റ്റ്യൻ, അയലക്കര മുഹമ്മദ് അലി, KK രാജൻ, ശോഭൻ കുമാർ, വിനോദ് കുമാർ, പങ്കജവല്ലി, വിജയൻ, N. മണികണ്ഠൻ, ലോക്കൽ കമ്മിറ്റി അംഗം വിജയൻ, K. മൻസൂർ എന്നിവർ പ്രസംഗിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടം മേഖലയിലെ അപകട വളവ് ഉൾപ്പെടെ വീതി കുറഞ്ഞ അപകട സാധ്യതാ മേഖലകളിൽ അത് തരണം ചെയ്യാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് K. പ്രേംകുമാർ MLA. കാലതാമസമില്ലാതെ മുണ്ടൂർ തൂത പാത നവീകരണം പൂർത്തിയാക്കുമെന്നും MLA അറിയിച്ചു. മുണ്ടൂർ തൂത പാതയിൽ പുഞ്ചപ്പാടം മേഖലയിലെ അപകട വളവ് യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്നതായി കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി 4-വരിപ്പാത നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാത. നിലവിൽ PWD അധീനതയിലുള്ള സ്ഥലം മാത്രമാണ് റോഡ് നവീകരണത്തിന് ഉപയോഗിക്കുന്നത്. 4 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡിൽ 80% ഭാഗങ്ങളിലും 4-വരിപ്പാത സാധ്യമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ വീതിക്കുറവ് പോരായ്മയായി നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ പുഞ്ചപ്പാടം മേഖലയിൽ റോഡിന് വീതി കുറവാണ്. പലപ്പോഴായി ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലയാണിത്. ഇവിടങ്ങളിൽ സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കാൻ അനുമതി ഇല്ല എന്ന് MLA പറഞ്ഞു. എന്നാൽ സ്ഥലവാസികളുമായി നടത്തിയ ചർച്ചകളിൽ 8 സെന്റ് സ്ഥലം റോഡ് നവീകരണത്തിന് സൗജന്യമായി വിട്ടുനൽകാൻ 8ഓളം ഗുണഭോക്താക്കൾ തയ്യാറായിട്ടുണ്ട്. കടമ്പഴിപ്പുറം ഹൈസ്കൂൾ ഭാഗത്ത് വയലുള്ള സ്ഥലത്ത് 12 സെന്റ് സൗജന്യമായി വിട്ടുനൽകാൻ അവിടുത്തെ ജനങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇതിനുള്ള നന്ദി അറിയിക്കുന്നതായും MLA പറഞ്ഞു. എന്നാൽ മംഗലാകുന്ന് ജംഗ്ഷനിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെ കടമുറികളായതിനാൽ അത് പൊളിക്കാൻ ആവശ്യപ്പെടാനോ മറ്റോ കഴിയില്ല. എങ്കിലും പൊതുജനങ്ങളുടെ യോഗം വിളിക്കുകയും പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും ചെയ്തു. പ്രസ്തുത വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ ഭാവിയിൽ ആവശ്യമായ പണം നൽകി സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. കാലതാമസമില്ലാതെ മുണ്ടൂർ തൂത പാത നവീകരണം പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. നിലവിലുള്ള PWDയുടെ സ്ഥലം മാത്രം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ നിലവിലുള്ള ഈ റോഡിന്റെ വർക്കുമായി ബന്ധപ്പെട്ടില്ല. ഈ റോഡിന്റെ ഏതാണ്ട് 80% സ്ഥലത്തും 4 വരിയായി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അപൂർവം ചില ഇടങ്ങളിൽ 4 മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഈ റോഡിൽ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശത്തും യഥാർത്ഥത്തിൽ വീതി കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുഞ്ചപ്പാടം അപകട വളവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. എന്നാൽ നിലവിൽ സ്ഥലം ഏറ്റെടുക്കാൻ നിർവാഹമില്ലെങ്കിലും പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഏതാണ്ട് 8 സെന്റിലധികം വരുന്ന സ്ഥലം ആ പ്രദേശത്തെ ആളുകൾ സൗജന്യമായി തന്ന് സറണ്ടർ ചെയ്തതിന്റെ ഭാഗമായി പുഞ്ചപ്പാടം UP സ്കൂൾ പരിസരത്ത് അപകട വളവിന് സമീപത്ത് പരമാവധി അപകടം കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA എന്ന നിലയിൽ നിരവധി തവണ, ഡസൻ കണക്കിന് തവണ ഇതുമായി ബന്ധപ്പെട്ട്
മുൻകൈയെടുത്ത് യോഗം ചേരുകയും പ്രദേശവാസികളെ വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും എല്ലാവരുടെയും സമ്മതം വാങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് 8ഓളം വരുന്ന ഗുണഭോക്താക്കൾ, പ്രദേശവാസികൾ സഹകരിച്ച് ഇത്തരത്തിൽ അവിടെ നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചത്. മംഗലാകുന്ന് സെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ വീതി വളരെ കുറഞ്ഞ ഒരു ജംഗ്ഷനാണ്. അവിടെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്തു. പക്ഷെ ഉള്ള ഒരു പ്രയാസം, റോഡിന്റെ വശത്തുള്ളത് പ്രധാനമായും കടകളാണ്, കടമുറികളാണ്. അപ്പോ നിലവിലുള്ള കടമുറികൾ പൊളിച്ചു മാറ്റിക്കൊണ്ട്, കെട്ടിടം നിലവിലുള്ളത് പൊളിച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടാൻ സൗജന്യമായി സ്ഥലം തരണമെന്ന് നമുക്ക് പറയുന്നതിന് ചില പരിമിതികളുണ്ടായി. പറയാൻ പരിമിതിയല്ല, മറിച്ച് അങ്ങനെ ചെയ്യാൻ ആളുകൾ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളത്. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ 4 വരിയാകാത്ത എല്ലാ പ്രദേശത്തും 4 വരിയാക്കി അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്, പണം നൽകി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 2 പദ്ധതികൾക്കായി ലഭിച്ച ഫണ്ട് ഏറെ കാലമായിട്ടും വിനിയോഗിച്ചില്ലെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആരോപണം. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഫണ്ടാണ് ഉപയോഗിക്കാതെ കിടക്കുന്നത്. രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ള രോഗികൾക്ക് ഗുരുതരമാകാതെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകാനുള്ള 360 ഡിഗ്രി LCD ക്ലിനിക്, ഡെന്റൽ പോളി ക്ലിനിക് എന്നിവയ്ക്കായുള്ള ഫണ്ടാണ് ഇനിയും വിനിയോഗിക്കാത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ച ഫണ്ടാണ് ഇനിയും വിനിയോഗിക്കാത്തതെന്നും നഗരസഭാ കൗൺസിലിൽ BJP അംഗം സി സാജിത്ത് ആരോപിച്ചു. NHM നിന്നും ലഭിച്ച 1 കോടി രൂപയാണ് ഇനിയും വിനിയോഗിക്കാത്തത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് കൈമാറപ്പെട്ട തുക ഇതുവരെ വിനിയോഗിച്ചില്ലെന്നാണ് പരാതി. താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട പ്രവർത്തനം തുടങ്ങാത്തത് മൂലമാണ് ഈ 2 പദ്ധതികളും വൈകുന്നതെന്ന് ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ പ്രതികരണം. പുതിയ കെട്ടിടത്തിൽ 2 ക്ലിനിക്കുകളും തുടങ്ങാനാണ് ധാരണ. കെട്ടിട പ്രവർത്തനം തുടങ്ങിയാൽ 2 ആഴ്ചയ്ക്കകം ക്ലിനിക്കുകൾ തുടങ്ങും. സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പേവാർഡ് നിർമ്മാണോദ്ഘാടന വിവരം കൗൺസിലർമാരെ അറിയിച്ചില്ലെന്ന ആരോപണവും UDF BJP കൗൺസിലർമാർ ഉന്നയിച്ചു. മദ്യപിച്ച് സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സിലെ ഡ്രൈവർ അനിൽകുമാറാണ് ഒറ്റപ്പാലത്ത് പിടിയിലായത്. മദ്യപിച്ചോടിച്ച 2 ചരക്ക് വാഹനങ്ങളുടെ ഡ്രൈവർമാരും പിടിയിലായി. തുടർച്ചയായ അപകടങ്ങളുടെ സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ആകെ 140 പേർക്ക് പിഴ ചുമത്തി. 1,05,250 രൂപ പിഴ ഈടാക്കി. ആകെ 426 വാഹനങ്ങൾ പരിശോധിച്ചു. മനിശ്ശേരി, പാതിപ്പാറ, ഈസ്റ്റ് ഒറ്റപ്പാലം എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A. അജീഷ്, SI M. സുനിൽ, MVIമാരായ വത്സൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തിനോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ഒറ്റപ്പാലത്ത് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. പ്രഭാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം BRCകളിൽ നിന്നുള്ള 250ഓളം അധ്യാപകരും ജീവനക്കാരുമാണ് മാർച്ചിൽ അണിനിരുന്നത്. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഒരു 2-3 വർഷമായി, ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ടാണ് കേരളത്തിനെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എല്ലാ മേഖലയും തകർക്കാൻ ആവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K. പ്രസാദ്, KRTA ജില്ലാ പ്രസിഡന്റ് K. ജിഷ, KSEPU ജില്ലാ പ്രസിഡന്റ് N. ഫൈസൽ, KSS TSU സംസ്ഥാന ട്രഷറർ P. ചിത്രപ്രസാദ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. നേതാക്കളായ CV രാജേഷ്, K. വേണു, C. സുനിത, B. ധരേഷ്, S. സുജീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം PM വെങ്കിടേശ്വരൻ സ്വാഗതവും
സബ് ജില്ലാ സെക്രട്ടറി EP ഗിരീഷ് നന്ദിയും പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് KSEB റോഡിന് മുൻവശം പോലീസ് തടഞ്ഞതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തുതള്ളും ഉണ്ടായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K വിജയരാഘവൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, KK സാജൻ, P പ്രേമൻ, നേതാക്കളായ K കബീർ, N വിജയകുമാർ, NK കൃഷ്ണൻകുട്ടി, മുഹമ്മദ് സ്വാലിഹ്, നിർമ്മല ഷാജി, ഗിരീഷ് മാസ്റ്റർ, UP രാജു, PJ സാമുവൽ, C ഉണ്ണികൃഷ്ണൻ, K ശശികുമാർ, NK ശ്രീജേഷ്, B ജിത്തു, PP പാഞ്ചാലി, രമാ രവീന്ദ്രൻ, രഞ്ജിനി വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. M ഉണ്ണികൃഷ്ണൻ, N ഹുസൈനാർ, P ജയൻ, M ഗോപൻ, PT രാധ, PC സിന്ധു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA CP മുഹമ്മദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന കൊള്ളസംഘമായി മാറിയ പിണറായി സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച KSEB ഓഫീസ് മാർച്ചിന് ഈ വാഹനത്തിന്റെ തൊട്ട് പുറകിലായി കടന്നു വരുന്ന സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന KSEB ഓഫീസിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു മനഃശാസ്ത്രം ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് ഇത് അനുഭവപ്പെടാതെ പോകാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചൊരു ഇംഗ്ലീഷ് കഥയുണ്ട്. ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം. അപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൽ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. ചൂടറിയാതെ തവള കൊല്ലപ്പെടണം. അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിന്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാവുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും. ഇതൊരു മനഃശാസ്ത്രമാണ്. അതുപോലെയാണ് 10 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് 10 തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, KR നാരായണസ്വാമി, ET ഉമ്മർ, C സംഗീത, ജിതേഷ് മോളിക്കുന്നം, മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ കിഴായൂർ, P രൂപേഷ്, KN സന്തോഷ് കുമാർ, EP യൂസഫ്, സെയ്ദ് കോടനാട്, വാഹിദ് കൽപ്പക, കോടിയിൽ ജമാൽ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളാകും. ഈ മാസം 30-നകം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സിവിൽ സ്റ്റേഷനുകളിലെ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാവും. ഈ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ തുടക്കമായി. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ S ചിത്രയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലെ മേധാവിമാരുടെ യോഗം ചേർന്നു. സിവിൽ സ്റ്റേഷനിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ മാസം 26-നകം നടപ്പാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഹരിത ഓഫീസുകളാവാനുള്ള പ്രവർത്തനങ്ങൾ 30-നകം പൂർത്തിയാക്കണം. ജനുവരി 25-നകം മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനമെന്നും ജില്ലാ കലക്ടർ S ചിത്ര പറഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ മിക്കതും ഹരിത ഓഫീസുകൾ ഏതാണ്ട് ആവാൻ ആയി കഴിഞ്ഞു.
ജനുവരി 25 വരെ വെയിറ്റ് ചെയ്യേണ്ട. ഡിസംബർ 31 മുൻപ് തന്നെ ഹരിത ഓഫീസ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും, ബോർഡുകൾ വെക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു അസസ്മെന്റ് ശുചിത്വ മിഷന്റെ ഭാഗത്തുനിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും നടത്തിയിട്ട് ജനുവരി 25 മുമ്പ് തന്നെ എല്ലാ ഓഫീസുകളെയും ഡിക്ലെയർ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, നമുക്കൊരു ഓഫീസിലൊരു മാസ് ക്ലീനിങ് ഹരിത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരു ദിവസം, ഒരു ഹാഫ് ഡേ, പഴയ ഫയലുകൾ കേഡിസ് ഡീഡിസ് അങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ട ഫയലുകൾ മാറ്റി അത് ഏജൻസികൾക്ക് കൊടുക്കുക. ഫർണിച്ചറും ഇ വേസ്റ്റും ഡിസ്പോസ് ചെയ്യേണ്ടത് അതും കൃത്യമായിട്ട് ഏജൻസികൾക്ക് കൊടുക്കുക. അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങളും, ക്ലീനിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളും ഡിസംബർ 31 മുൻപ് തന്നെ തീർക്കുക. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഓഫീസുകൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകളും നൽകും. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ വിശദീകരണം നടത്തി. തഹസിൽദാർ ഗിരിജാദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ മോഹൻ, പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി, ബ്ലോക്ക് BDO, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ഡിസംബർ 26 പട്ടാമ്പിയിൽ നടക്കും. ജില്ലയിൽ 20 മുതലാണ് അദാലത്ത് ആരംഭിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ S. ചിത്ര പട്ടാമ്പിയിൽ പറഞ്ഞു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെയാണ് നടക്കുന്നത്. മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടിയുടെയും MP രാജേഷിൻ്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടത്തുക. 26 പട്ടാമ്പി താലൂക്ക് തല അദാലത്ത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും ജില്ലാ കളക്ടർ S. ചിത്ര പറഞ്ഞു. മന്ത്രിമാർക്ക് നേരിട്ട് പരാതികൾ നൽകാനുള്ള അവസരമുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. പട്ടാമ്പി താലൂക്കിൽ ഡിസംബർ 26 നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പോർട്ടൽ വഴി പരാതികൾ, നിശ്ചിതമായിട്ടുള്ള വിഷയങ്ങളിലുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് നൽകാം. അപ്പോൾ ആ പരാതികളൊക്കെ കൃത്യമായിട്ട് അദാലത്ത് തീയതിക്ക് മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തി മറുപടി നൽകും. ആ മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാം. അതുകൂടാതെ പുതിയ പരാതികളും അന്നേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നേരിട്ട് കൊടുക്കാം. വല്ലപ്പുഴ ദാറുൻ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് 30ാം വാർഷിക സന്നദ്ധാന സമ്മേളനം ഡിസംബർ 19 വ്യാഴാഴ്ച തുടങ്ങും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 19 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ജനറൽ സെക്രട്ടറി PP വീരാൻ ഹാജി പതാക ഉയർത്തുന്നതോടെയാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ തുടങ്ങുക. രാത്രി 7 മണിക്ക് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. മാമൂൻ ഹുദവി വണ്ടൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. മുഹമ്മദ് മുഹസിൻ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 20 വെള്ളിയാഴ്ച സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ആത്മീയ സംഗമത്തിൽ അൻവർ അലി ഹുദവി പുളിയക്കോട്ട് ഇസ്ക് മജ്ലിസിന് നേതൃത്വം വഹിക്കും. സുലൈമാൻ ദാരിമി ഏലംകുളം സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നജീബ് കാന്തപുരം MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 21 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് SYS സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടി ഉദ്ഘാടനം നിർവഹിക്കുന്ന നുസ്ര കുടുംബ സംഗമത്തിൽ മുസ്തഫ ഹുദവി ആക്കോട് വിഷയാവതരണം നടത്തും. ശനിയാഴ്ച രാത്രി സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ വാഗ്മി ഹാവിൽ അഹമ്മദ് കബീർ ഭാഗവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഹാരിസ് ബീരാൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 22 ഞായറാഴ്ച രാവിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം ഉസ്താദ് ബാബ ഹുദവി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യും. PK മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സ്ഥാനവസ്ത്രം വിതരണം ചെയ്യും. റഖീബ് ഹുദവി പൊന്നാനി പ്രഭാഷണം നിർവഹിക്കും. രാത്രി 7 മണിക്ക് സ്ഥാപനത്തിൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകപ്പെടുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമാപന സംഗമത്തിൽ ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നജ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തും. ഓണംപുള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. VK ശ്രീകണ്ഠൻ MP, N ഷംസുദ്ദീൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടുന്ന പണ്ഡിതന്മാർക്ക് ഹുദവികൾ എന്നാണ് പറയപ്പെടുക. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുഭാഷാ പണ്ഡിതന്മാരായും മതപഠനത്തോടൊപ്പം തന്നെ വളരെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളുടെ ബിരുദം, അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിവിധ ഭാഷകളിലും വിവിധ മേഖലകളിലും ബിരുദവും ബിരുദാനന്തരവും PhDയും ഒക്കെ നേടിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് ഹുദവി പണ്ഡിതന്മാർ. അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമാണ് ദാറുൽ ഹുദയുടെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. 10 വർഷം നമ്മുടെ സ്ഥാപനത്തിൽ പഠനം നടത്തി പിന്നെ 2 വർഷം ഉപരിപഠനം പൂർത്തിയാക്കുമ്പോഴാണ് അവർ ഹുദവിമാരാവുക. പാലക്കാട് ജില്ലയിലെ നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായി 167 ഹുദവികൾ പുറത്തിറങ്ങി. ഇപ്പൊ നിലവിൽ അവിടെ 311 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്രാവശ്യം 30ാം വാർഷികത്തോടനുബന്ധിച്ച് 41 വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ബിരുദം നൽകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന 4 ദിവസത്തെ പ്രോഗ്രാമാണ്. വാർത്താസമ്മേളനത്തിൽ പി.കെ. ആറ്റക്കോയത്തങ്ങൾ, പി.പി. വീരാൻ ഹാജി, കെ. ദാവൂദ് ഹാജി, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മാണോദ്ഘാടനം നടന്നു. കെ. പ്രേംകുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുമുണ്ടശ്ശേരിയിലുള്ള കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. 92.71 ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ക്ഷണിക്കുകയും നടപടി പൂർത്തീകരിക്കുകയും ചെയ്തു. 8 മാസമാണ് പ്രവൃത്തിയുടെ നിർമ്മാണ കാലാവധി. കളിസ്ഥലത്തിൽ പ്രധാനമായും ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, മഡ് ഫുട്ബോൾ കോർട്ട്, മഡ് വോളിബോൾ കോർട്ട്, മഡ് കബഡി കോർട്ട്, ഡ്രെയിൻ, ഫെൻസിംഗ്, ഇന്റർലോക്ക്, റിട്ടൈനിങ് വാൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, ഫുട്ബോൾ കോർട്ടിന്റെ ഫ്ലഡ് ലൈറ്റിംഗ് ആൻഡ് യാർഡ് ലൈറ്റിംഗ് എന്നീ ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെ. പ്രേംകുമാർ എം.എൽ.എ. നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഒരുമിച്ച് അണിനിരത്താൻ കഴിയുന്ന ഒരു നല്ല മൈതാനമായി ഈ മൈതാനം മാറും. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്, വേറെ എവിടുന്ന് വന്നവരല്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്ത് ഇതിലേക്ക് കൂടി ഇത്തരം, അതും ഒരു ചെറിയ പ്രശ്നമാണ്, നേരായ കളിക്കളം ഇല്ലെങ്കിൽ തെറ്റായ കളിക്കളത്തിൽ ആള് പോകുമെന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, അവരെ കൂടി നേരായ പാതയിൽ നയിക്കാൻ. തീരെ നിർവാഹം ഇല്ലാത്തവരെ പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. മുഹമ്മദ് ഖാസിം, വൈസ് പ്രസിഡന്റ് ടി. ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മെമ്പർമാരായ ഐ. സി. കമലാക്ഷി, പി. യു. വിനിത, ആസൂത്രണ സമിതി അംഗങ്ങളായ സി. സി. രാജൻ, കെ. പി. ഹരികൃഷ്ണൻ, സി. ആർ. മണികണ്ഠൻ, അങ്കണവാടി വർക്കർ ബിനു, കെ. രാമചന്ദ്രൻ, ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൂനിയർ സൂപ്രണ്ട് എം. ആർ. പ്രകാശ് നന്ദി പറഞ്ഞു. പരിപാടിയിൽ കേരളോത്സവത്തിൽ വിജയികളായി ബ്ലോക്ക് തലത്തിൽ മത്സരിക്കാൻ പോകുന്ന കായിക താരങ്ങൾക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ജേഴ്സി വിതരണം ചെയ്തു. കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കുസുദ വിദ്യാർത്ഥിനി ഘടകം ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന റെസിലിയൻസിയ ഗേൾസ് കോൺക്ലേവ് അലനല്ലൂരിൽ നടക്കും. ഡിസംബർ 23-ന് അലയൻസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കോൺക്ലേവ് KNM മർക്കസുദാവ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NM അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ കാലത്ത് വിദ്യാർത്ഥിനികൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സ്വത്വം നിലനിർത്തി അവയെ നേരിടാൻ കെൽപ്പുള്ളവരാക്കുകയും വികലമായ നവലിബറൽ ആശയങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന സെഷനുകളാണ് കോൺക്ലേവിൽ ഉള്ളത്. IGM ജില്ലാ പ്രസിഡന്റ് ഷാന തസ്നീം അധ്യക്ഷയാവും. എടത്തനാട്ടുകര അലനല്ലൂരിലുള്ള കർക്കിടാംകുന്ന് അലയൻസ് കൺവെൻഷൻ സെന്ററിൽ 23 ഡിസംബർ 2024-ന് 400ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന സമ്മേളനം KNM മർക്കസ് ദഅവ ഓർഗനൈസിംഗ് സെക്രട്ടറി NM അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത പരിപാടിയിൽ മഹ്സിന പത്തനാപുരം, റിയാസ് സുല്ലമി, CP അബ്ദുൽ സമദ്, ഷാദിയ, നദ നസ്രീൻ, ഐഷ ഹുദ, അസ്ന നാസർ, സുമയ്യ സൈനുദ്ദീൻ എന്നിവർ സമ്മേളിക്കും. ഈ സമ്മേളനം IGM ജില്ലാ പ്രസിഡന്റ് ഷാന അധ്യക്ഷതയാകും. പ്രസ്ഥാനമായ KNM മർക്കസ് ദഅവയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ IGM ഏകദേശം 4 പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്കിടയിൽ ധാർമ്മിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന IGM ആദ്യകാലത്ത് വനിതാ വിഭാഗമായ MGMന്റെ സ്റ്റുഡൻസ് വിംഗ് ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 3 വർഷത്തോളമായി IGM എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് IGM എന്ന പേരിൽ സ്വന്തമായി ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിച്ചു വരികയാണ്. ISM ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ സുല്ലമി, MSM ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ പൂക്കാടഞ്ചേരി, MGM ഭാരവാഹി റഹിയാനത്ത്, IGM ജില്ലാ പ്രസിഡന്റ് ഷാന തസ്നി, സെക്രട്ടറി ഷഹബാനത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അസ്ന ജാസ്മീൻ, സഹല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SDBI മലപ്പുറം ജില്ലാ പ്രതിനിധി സഭ ഡിസംബർ 19-ന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കും. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ നിന്നായി 300ഓളം പ്രതിനിധി സഭയിൽ പങ്കെടുക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 6ാമത് മലപ്പുറം ജില്ലാ പ്രതിനിധി സഭ ഡിസംബർ 19-ന് വ്യാഴാഴ്ച നടക്കും. പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിലാണ് പ്രതിനിധി സഭ ചേരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് CPL ലത്തീഫ്
പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ സഭയിൽ പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും സഭയിൽ തിരഞ്ഞെടുക്കും. ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജില്ലാ പ്രതിനിധി സഭ. അത് ഇത്തവണ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ അടുത്ത 3 വർഷക്കാലത്തേക്കുള്ള പുതിയ നേതൃത്വങ്ങളെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ഈ രാജ്യത്താകമാനം ബ്രാഞ്ച് തലം മുതലുള്ള പാർട്ടിയുടെ ഇലക്ഷൻ, മണ്ഡലം തലം വരെയുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്നത് ഇനി സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ദേശീയ നേതൃത്വങ്ങളെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള റെപ്രസെൻറ്റേറ്റീവ് കൗൺസിൽ 19-ാം തീയതി ഇവന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ സെഷനുകളിലായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറിമാരായ റോയി അറക്കൽ, പി റഫീഖ്, സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇക്രാമുൽ ഹഗ്, ജില്ലാ പ്രസിഡന്റ് അൻവർ പഴനി തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പുത്തൂർ, മണ്ഡലം പ്രസിഡന്റ് പി അഷ്റഫ്, മണ്ഡലം സെക്രട്ടറി അലി NK എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവത്തിലേക്ക്. 52ാമത് ഖാദർ അലി ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 20 വെള്ളിയാഴ്ച നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയകാല ഫുട്ബോൾ താരങ്ങളായിരുന്ന മൺമറഞ്ഞ ഖാദറിന്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിലുള്ള 52ാമത് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 24 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക രംഗത്തും സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിലുമെല്ലാം സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബാണ് തുടർച്ചയായി ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നത്. 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. രാത്രി 7:30-നാണ് കിക്ക് ഓഫ്. 10,000 പേർക്കിരുന്ന് മത്സരം കാണുന്നതിനുള്ള സ്റ്റീൽ ഗാലറി തയ്യാറായി കഴിഞ്ഞു. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനും കായിക മേഖലയുടെ പുരോഗതിക്കും വേണ്ടിയുമാണ് വിനിയോഗിച്ചു വരുന്നത്. ഈ ടൂർണമെന്റ് 52 ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 52 ടൂർണമെന്റിന്റെയും അതിന്റെ ലാഭം പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ സേവന ഫുട്ബോൾ രംഗത്താണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വർഷം മാത്രമല്ല, 52 ടൂർണമെന്റുകളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഈ 52 ടൂർണമെന്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പെരിന്തൽമണ്ണയിലെ ഒട്ടുമിക്ക ഓഫീസുകൾക്ക് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഒരു ക്ലബിനും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചരിത്രം തന്നെയാണ് ഖാദർ അലി ക്ലബിന് ഉള്ളത്. ഈ സീസണിൽ 5 വിദേശ താരങ്ങളെ ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും 3 പേരെ കളിക്കുന്നതിനും അനുവദിക്കും. അതിനാൽ ശക്തമായ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ മികച്ച മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ടീമുകളാണ് ഈ വർഷം. എല്ലാ ടീമുകളും ഏത് ടീമാണ് നല്ല ടീം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ 5 വിദേശ താരങ്ങൾ ഓരോ ടീമിലും സൈൻ ചെയ്യാൻ കഴിയും. ഒരേ സമയം 3 പ്ലേയേഴ്സിന് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നല്ല നല്ല വിദേശ താരങ്ങൾ ഇറങ്ങുന്ന ഒരു ടൂർണമെന്റ് കൂടിയാണ്. ഏകദേശം എല്ലാ വിദേശ താരങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ ഈ ഡിസംബർ 20 മുതൽ പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെയുള്ള ജില്ലയിലെ 4ാമത്തെ ടൂർണമെന്റാണ് പെരിന്തൽമണ്ണ ഖാദർ അലി ട്രോഫി. കഴിഞ്ഞ വർഷത്തെ വിജയികളായ സ്കൈ ബ്ലൂ എടപ്പാളും KDS കീഴ്ശേരിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ടൂർണമെന്റിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റും അണ്ടർ 20 മത്സരവും നടക്കും. ഈ ക്ലബിന്റെ ദീർഘകാലം ട്രഷററും പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയായിരുന്നു NA കുഞ്ഞാപ്പ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അണ്ടർ 20 ഫുട്ബോള് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അത് 5 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. 24 ടീം ഉൾക്കൊള്ളുന്ന അണ്ടർ 20 ഫുട്ബോള് 5 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈ പെരിന്തൽമണ്ണയിലെ സംസ്ഥാന തലത്തിൽ കളിച്ച് അറിയപ്പെടുന്ന ഒരു താരമായിരുന്നു പച്ചീരി ഉസ്മാൻ.
ആ ഉസ്മാന്റെ സ്മരണയ്ക്ക് വേണ്ടി 18ാമത് വെട്ടൻസ് ഫുട്ബോളാണ് ഈ വർഷം ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. 18 വർഷം കേരളത്തിൽ തന്നെ വെട്ടൻസ് ഫുട്ബോളിന് തുടക്കം കുറിച്ച ഒരു ക്ലബും കൂടിയാണ്. ടൂർണമെന്റിൽ വനിതകൾക്കും വികലാംഗർക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സൗജന്യമായി കളി കാണാനുള്ള സൗകര്യം ഒരുക്കും. വനിതകൾക്കും കൂടെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അംഗവൈകല്യമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് ഈ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് സൗജന്യമായി കാണാനുള്ള ഒരു അവസരം കൂടി ഈ വർഷം ഖാദറിലെ ടൂർണമെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ പെരിന്തൽമണ്ണക്കാരുടെ അഭിമാനിക്കാവുന്ന ഒരു ടൂർണമെന്റും ചെയ്യാത്ത ഒരു വ്യത്യസ്ത സംവിധാനമാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ടൂർണമെന്റിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി, ഖാദറലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, എച്ച് മുഹമ്മദ് ഖാൻ, മണ്ണേങ്ങൽ അസീസ്, യൂസഫ് രാംപുരം, എം കെ കുഞ്ഞായ്മു, ഇ കെ സലീം, ഡോക്ടർ നിലാർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടന സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാവരെയും അതിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക്. ഈ ടൂർണമെന്റിൽ ഒരു പ്രത്യേകതയുള്ളത്, ഏറെ പ്രത്യേകതയുള്ള ടൂർണമെന്റാണ് നമ്മുടെ ഖാദറലി. ഇത്തവണ ഏറെ പ്രത്യേകത ഉള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ സെവൻസ് ഫുട്ബോളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് വീക്ഷിക്കാൻ വേണ്ടി മുമ്പില്ലാത്ത വിധം വനിതകൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതിനെ വെൽക്കം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഈ ടൂർണമെന്റ് മുതൽ ഒരു പ്രത്യേകത ഏർപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടാവും, അത് പിന്നെ വനിതകൾക്ക്, അതേപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടൊക്കെ സൗജന്യമായിട്ടാണ് പ്രവേശനം. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള വനിതകളും ഭിന്നശേഷിക്കാരും കുട്ടികളും ഒക്കെ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ചെർപ്പശ്ശേരിയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യമിട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ. മുൻ പ്രവാസികളെയും നിലവിൽ പ്രവാസികളായവരെയും പങ്കെടുപ്പിച്ചാണ് സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ചെർപ്പശ്ശേരിയിൽ വെച്ച് ചേർന്നത്. ക്ഷേമനിധി പെൻഷൻ 5000 രൂപ ആക്കുക, 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒറ്റത്തവണ പ്രീമിയം അടച്ച് പെൻഷൻ കൊടുക്കുക, സീസൺ എയർ ടിക്കറ്റ് ചാർജ് വർധനവ് പിൻവലിക്കുക, പ്രവാസി സംരംഭം ഏകജാലകം അനുവദിക്കുക, ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കുക, നോർക്ക ലോൺ അപേക്ഷകൾ നടപടി വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിനോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന കേരളത്തിലെ 14 ജില്ലകളിലും ഗൾഫ് രാജ്യങ്ങളിലും, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പോഷക സംഘടനയായി പ്രവാസി സംഘടനകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ പ്രവാസികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ. ജില്ലാ പ്രസിഡന്റ് കെ ബഷീർ കാറൽമണ്ണ അധ്യക്ഷത വഹിച്ചു. അബേഡ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷംസുദ്ദീൻ മുഖ്യാതിഥിയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശങ്കരനാരായണൻ കൂറ്റനാട് മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ പഴയകാല പ്രവാസികളെ സ്റ്റേറ്റ് ട്രഷറർ സുലൈമാൻ ബത്തേരി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ കൂടല്ലൂർ എന്നിവർ ആദരിച്ചു. മെമ്പർഷിപ്പ് കാർഡ് വിതരണം സ്റ്റേറ്റ് മെമ്പർഷിപ്പ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നോബൽ രാജ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി KH ഷൈഫുദ്ദീൻ മങ്കര, സ്ഥാപക മെമ്പർമാരായ വിനോദ് ലാൽ, ശിഹാബ് ഖാൻ തുടങ്ങിയവരും ഉണ്ണിക്കമ്മു മണ്ണാർക്കാട്, സുരേഷ് ബാബു, ഷംസുദ്ദീൻ മുള്ളൂർക്കര, സൈഫുദ്ദീൻ കുഴൽമന്നം, മജീദ് കപൂർ, കുഞ്ഞുമരക്കാർ, അക്ബർ, രാധാകൃഷ്ണൻ മാന്നന്നൂർ, സക്കീർ പത്തിരിപ്പാല, ട്രഷറർ രവീന്ദ്രൻ മുളയങ്കാവ് എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ പ്രൊജക്റ്റുകളും കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. അപകടകരമായതും വികസന പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നതുമായ പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവ്. ജില്ലാതല കമ്മിറ്റി മുഖേന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നതിനും ലേലം ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ട ആവശ്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളിൽ
ജീവനും സ്വത്തിനും ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ് ഭേദഗതി വരുത്തിയത്. ജില്ലാതല കമ്മിറ്റി മുഖേന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നതിനും ലേലം ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ട ആവശ്യം സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. ജില്ലയിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് പകരമായി ട്രീ കമ്മിറ്റിയുടെ കൺവീനറായി ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിലെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തും. മരം മുറിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടത് സെക്രട്ടറിക്കാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ട്രീ കമ്മിറ്റിയിൽ അംഗമായി തുടരും. തദ്ദേശ വകുപ്പിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളുടെ മൂല്യനിർണ്ണയം ആ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും മറ്റു വകുപ്പുകളുടെ അധീനതയിലുള്ള സർക്കാർ ഭൂമിയിലെ മരങ്ങളുടെ മൂല്യനിർണ്ണയം അതാത് വകുപ്പുകളിൽ തത്തുല്യ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും നിർവഹിക്കാം. സ്ഥാപനം ഇതിനായി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന് വില നിശ്ചയിക്കാനും കഴിയും. മരങ്ങൾ നിൽപ്പവസ്ഥയിലോ മുറിച്ചിട്ട ശേഷമോ ലേലം നടത്താവുന്നതാണ്. നിലവിൽ പൊതുസ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നീക്കം പുതിയ ഉത്തരവോടെ വേഗത്തിലാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. 80കളുടെ അവസാനം വരെ ആളുകളെ സഹായിക്കാൻ ഗ്രാമീണ മേഖലയിൽ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് തുവ്വൂരിലെ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ. സാമ്പത്തിക പ്രയാസം നേരിടുന്നവരെ സഹായിക്കുന്നതിനായി നാട്ടിൻപുറങ്ങളിൽ നടന്നിരുന്ന കുറിക്കല്യാണം വീണ്ടും ആവിഷ്കരിക്കുകയാണ്. ഡിസംബർ 25-ന് തുവ്വൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുറിക്കല്യാണം നടക്കുക. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ സജീവമാകുന്നതിനു മുൻപ് ഗ്രാമീണ മേഖലകളിൽ കുറിക്കല്യാണങ്ങൾ വ്യാപകമായിരുന്നു. പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ സാമ്പത്തിക പ്രയാസം നേരിടുന്നവർ, വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെട്ട് ചികിത്സ തേടുന്നവർ തുടങ്ങിയവരെ സഹായിക്കുന്നതിനായാണ് ഇത്തരം കുറിക്കല്യാണങ്ങൾ നടന്നിരുന്നത്. നാടുനീളെ ആളുകളെ ക്ഷണിച്ച് അവരാൽ കഴിയുന്ന തുക കുറിക്കല്യാണത്തിലൂടെ സമാഹരിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നതായിരുന്നു രീതി. 90കളുടെ തുടക്കത്തിൽ നാട്ടിൻപുറങ്ങളിൽ ബാങ്കുകൾ സജീവമായതോടെ കുറിക്കല്യാണവും അപ്രസക്തമായി. നാടിന്റെ ഐക്യത്തെയും സൗഹൃദത്തെയും ഊട്ടിയുറപ്പിച്ചിരുന്ന ആ കുറിക്കല്യാണത്തെ വീണ്ടും ആവിഷ്കരിക്കുകയാണ് തുവ്വൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ. ഡിസംബർ 25-ന് പുലർച്ചെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങും. 10-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മാപ്പിളകവി OM കരുവാരകുണ്ട് ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന വ്യക്തികളെ ആദരിക്കൽ, പഴയകാല ഫുട്ബോൾ താരങ്ങളെ അനുമോദിക്കൽ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും. സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ 6 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനിച്ച് വളർന്ന് വേറെ നാട്ടിലേക്ക് പോയ ആളുകളെയും എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട്, തുവ്വൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് രൂപീകരിച്ച സ്നേഹിതർ റെയിൽവേ വാട്സപ്പ് കൂട്ടായ്മ 6 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ 6 വർഷം പൂർത്തിയായി. അപ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരമാണ് ഒരു ആഘോഷമാക്കി മാറ്റി ഒരു പ്രത്യേക ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറിക്കല്യാണം എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഈ ഡിസംബർ 25-ന് ബുധനാഴ്ച കാലത്ത് 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രോഗ്രാം. അതിനിടയിൽ 10 മണി മുതൽ OM കരുവാരകുണ്ട് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനം. ഇതിന് ആളുകളെ ക്ഷണിക്കുന്നതിന്റെ തിരക്കിലാണ് കൂട്ടായ്മ അംഗങ്ങൾ. കൂട്ടായ്മ ചെയർമാൻ P മുരളീധരൻ, P അനിൽകുമാർ, അക്കരമൽ സിറാജ്, P ഷാനി, KK മണി, ഹംസ വൈശ്യർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. സ്ഥിരമായി രോഗാവസ്ഥയിലുള്ള കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സഹായിക്കുന്ന സന്നദ്ധ കൂട്ടായ്മയായ സൊലസിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കിംസ് അൽഷിഫ അക്കാദമിക് ഹാളിലാണ് സ്നേഹസംഗമം നടന്നത്. ദീർഘകാലമായി രോഗാവസ്ഥയിലുള്ള കുട്ടികളെ സഹായിച്ചും അവരുടെ രക്ഷിതാക്കൾക്ക് മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ നൽകിയും 16 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് സൊലസ്. സ്ഥിരമായി വിവിധ അസുഖങ്ങളുള്ള കേരളത്തിലെ 5000-ഓളം വരുന്ന കുട്ടികളെയാണ് സൊലസ് സന്നദ്ധ കൂട്ടായ്മ സഹായിച്ചു വരുന്നത്. സംഘടനയുടെ പെരിന്തൽമണ്ണ ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സ്ഥിരമായി രോഗാവസ്ഥയിലുള്ള 100 കണക്കിന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ അക്കാദമിക് ഹാളിലാണ് സ്നേഹസംഗമം നടന്നത്. കിംസ് അൽഷിഫയിലെ ശിശുരോഗ വിദഗ്ധൻ
ഡോക്ടർ അബ്ദുറഹ്മാൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കുക. ഇപ്പൊ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് അവരെ എംപവർ ചെയ്ത് അവർക്ക് എന്താണോ ആവശ്യം അത് സാമ്പത്തികമായിട്ട് അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് ആണ്, അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ആണ്, അങ്ങനെ വീട് ട്രാവല് കാര്യങ്ങൾ അങ്ങനെ മരുന്നാണ് അങ്ങനെ അതുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാൾ എമ്പതറ്റിക് ആവാന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ഷീബ മാം. അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി അവര് ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് സോളേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സൊലസ് കൂട്ടായ്മയുടെ സ്ഥാപകയും സെക്രട്ടറിയുമായ ഷീബ അമീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൊലസിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതായും ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായും ഷീബ അമീർ പറഞ്ഞു. ഇങ്ങനെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനമ്മമാർക്കും തുണയായി കുറച്ച് മനുഷ്യരൊപ്പം നിൽക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 17 വർഷം മുമ്പ് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സംഘടനയാണ് സോലസ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം ചോർന്നു പോവാതെ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറിപ്പോവാതെ ഈ 17 വർഷമായിട്ടും 10, 15, 20 കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ സോലസ് ഇന്ന് കേരളത്തിലെ 5600ഓളം കുട്ടികളും അവരുടെ മാതാപിതാക്കൾക്കും അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ച് ഞാന് എൻ്റെ കൂടെ EM ദിവാകരനും ഒക്കെ ഇപ്പൊ നിങ്ങളോട് പ്രസംഗിച്ച് തുടക്കം തൊട്ട് അത് സോലസ് ഉണ്ടാക്കാൻ എൻ്റെ കൂടെ നിന്ന് കുറച്ച് മനുഷ്യരുണ്ട്, ഒരു 10 ആളുകളുണ്ട്. അത് തൃശ്ശൂരിലെ ട്രസ്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ഇന്ന് 50 ലക്ഷം രൂപ ഒരു മാസം ചെലവിലേക്ക് സോലസ് വളർന്നു. അത്രയധികം കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി, അത്രയധികം അച്ഛനമ്മമാരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി. ലോകത്തിലുള്ള അമേരിക്കയില്, UK-യില്, കാനഡയില്, കേരളം മുഴുവനും, ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തിൽ നിന്നുള്ള മനുഷ്യരും നമ്മളുടെ ഈ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുക്കുന്ന സഹായങ്ങൾക്ക് ഞങ്ങളും പങ്കുചേരാമെന്ന് പറഞ്ഞ് സൊലസ് പെരിന്തൽമണ്ണ കൺവീനർ VK അബ്ബാസ്, ജോയിന്റ് കൺവീനർ കോമളം, ദേവകി, MK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കിംസ് അൽഷിഫ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി വിവിധ രോഗാവസ്ഥകളെ ബന്ധപ്പെടുത്തി പ്രഭാഷണം നടത്തി. അപസ്മാരം ആദ്യം കാണുമ്പോൾ തുടരെ, അതായത് ശ്വാസതടസ്സം വരുന്ന രീതിയിലോ വായിന്ന് നൊരയും പതയും വരുന്ന രീതിയിലോ അപസ്മാരം വരികയാണെങ്കിൽ ഉടനായിട്ട് സൈഡ് ചരിച്ച് കിടത്തുക. ആ സമയത്ത് വായിൽ വെള്ളമോ ഭക്ഷണമോ ഒന്നുമേ കൊടുക്കാതിരിക്കുക. സമാധാനത്തോടെ കുട്ടിയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ചരിച്ചെടുത്തിട്ട് 5 മിനിറ്റിക്കാളും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഷെൽട്ടർ സർഗവേദിയുടെ കൾച്ചറൽ പ്രോഗ്രാമും നടന്നു. മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പിരമിഡ് എഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ രജിസ്ട്രേഡ് ഓഫീസ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ചന്തപ്പടി ഗസാമിയ ബിൽഡിംഗിലാണ് രജിസ്ട്രേഡ് ഓഫീസ് നിലകൊള്ളുന്നത്. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ 5ാം വാർഷികത്തിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതിനായാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ രജിസ്ട്രേഡ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ സംരംഭം ഇന്ന് രജിസ്റ്റേർഡ് അതിൻ്റെ ഓഫീസ് നമ്മുടെ മണ്ണാർക്കാടായിട്ട് മാറ്റുകയും അവർ തന്നെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള
പല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട് അവർ മാറി എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. നിലയിൽ നമ്മുടെ കേരളത്തിലും മറ്റ് 2 സംസ്ഥാനങ്ങളിലും വ്യാപകമാക്കി മാറ്റിയെടുക്കുവാനും 250ഓളം ആൾക്കാർക്ക് അതിൽ തൊഴിൽ കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. അത്രയും സ്ത്രീകൾ ഇതിലുണ്ടായതുകൊണ്ടാണ്, സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ അതിൻ്റെ മുൻപന്തിയിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നിയത്. നമുക്കറിയാം, കേരളം പോലെയുള്ള സംസ്ഥാനം സ്ത്രീ ശാക്തീകരണ രംഗത്ത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്ന ശാക്തീകരണത്തിലൂടെ കൊണ്ടുവന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറി. സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കനുസരിച്ച് UGS നൽകുന്ന സ്കീമുകൾക്ക് പുറമെ ആഴ്ച തവണയിൽ അടയ്ക്കാവുന്ന പേഴ്സണൽ ലോണുകൾ, യൂസ്ഡ് വെഹിക്കിൾ ലോണുകൾ, ക്ഷീരവികസനം, കാർഷിക മേഖല തുടങ്ങിയവയ്ക്ക് സഹായമാകുന്ന വായ്പകൾ, ആഴ്ച, മാസത്തവണകൾക്കുള്ള നിക്ഷേപ പദ്ധതികളും പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലഭ്യമാണ്. കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുണ്ട് പിരമിഡിന്. ജനങ്ങളുടെ വിശ്വാസമാണ് തങ്ങളുടെ വളർച്ച എന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് UGS ഗ്രൂപ്പ്. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം, അതിന് ഏറ്റവും അർഹയായ മിനിസ്റ്ററെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ ഉത്തരവാദിത്തത്തോടു കൂടിയും അതുപോലെ പൂർണ്ണ അർപ്പണബോധത്തോടു കൂടിയും എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ വർക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകരെ ഈ അവസരത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച നിക്ഷേപങ്ങൾ ഞങ്ങളെ ഇൻവെസ്റ്റേഴ്സിനെയും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഈ പുതിയ സംരംഭത്തിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും തരുന്ന ഈ ഒരു പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ഓരോ ചുവടുവെപ്പുകൾ വെക്കാൻ ഞങ്ങൾക്ക് കരുത്ത് വരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കരസ്ഥമാക്കിയ ദേശബന്ധു സ്കൂൾ അധ്യാപകൻ സിബി, ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ പള്ളിക്കുറുപ്പ് സ്കൂൾ അധ്യാപകൻ ബിജു, മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ 1ാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മി എന്നിവരെ ആദരിച്ചു. താലൂക്കിലെ മികച്ച ക്ഷീരകർഷകർക്കും ആദരവ് നൽകി. UGS നൽകി വരാറുള്ള സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പെൻഷനും കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം വേദിയിൽ മന്ത്രി നിർവഹിച്ചു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 ക്ഷീരകർഷകർക്ക് പശുക്കിടാവിന് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. MLA N ഷംസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, അരുൺകുമാർ പാലകുർശി, ചെറൂട്ടി മുഹമ്മദ്, മണികണ്ഠൻ പൊറ്റശ്ശേരി, ബി മനോജ്, സദക്കത്തുള്ള പടലത്ത്, നിഖിൽ ജോൺ, ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ജിംഗിൾ ബെൽസിന്റെ ഉദ്ഘാടനം പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ മിഥുൽ ജോഷി നിർവഹിച്ചു. വ്യത്യസ്തമായ നിരവധി ഓഫറുകളോടുകൂടിയാണ് ജിംഗിൾ ബെൽസ് ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ ക്രിസ്തുമസ് കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ജിംഗിൾ ബെൽസ് ആരംഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ മിഥുൽ ജോഷി ജിംഗിൾ ബെൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മൊബേഷ് ടി, സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജിംഗിൾ ബെൽസ് എന്ന ഒരു പുതിയ ഒരു സ്കീം തുടങ്ങുകയാണ്. അതിനൊരു ആരംഭം കുറിക്കുകയാണ്. അത് ക്രിസ്തുമസിന്റെ ഒരു ദിനത്തില് ഒരു ക്രിസ്തുമസിന്റെ ഒരു വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷത്തില് അവര് ആരംഭം കുറിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്ഷകന്റെ വരവിനായിട്ട് കാത്തുനിൽപ്പിന്റെ
കാത്തിരിപ്പിന്റെ വലിയ സന്തോഷത്തിന്റെ ദിനമാണ്. ഇങ്ങനെ വസ്ത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കി മറ്റുള്ളവർക്ക് വലിയൊരു ജീവിതത്തിന്റെ വലിയൊരു സൗകര്യത്തിന്റെ ഒരു ഭാഗമായി തീരുന്നത് ഇമ്മാനുവൽ സിൽക്സിന്റെ വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു കാഴ്ചപ്പാടുമാണ്. കുറഞ്ഞ വിലയിൽ മറ്റുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുവാനും അതുപോലെ തന്നെ സമൂഹത്തെ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഇമ്മാനുവൽ സിൽക്സിന്റെ നേതൃത്വത്തിൽ അവരുടെ അധികാരികൾ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിന്റെ ദിനത്തിൽ ജിംഗിൾ ബെൽസ് എന്നൊരു സ്കീം അവരിവിടെ അവതരിപ്പിക്കുമ്പോൾ, അവരിവിടെ അതിനായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥന ആശംസകളും എല്ലാ വിജയത്തിന്റെ ആശംസകളും നേരുകയാണ്. ജിംഗിൾ ബെൽസ് ഓഫേഴ്സിന്റെ ഭാഗമായി ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 250 രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകുന്നു. 5000 രൂപയുടെ പർച്ചേസിന് 500 രൂപയുടെ പർച്ചേസ് വൗച്ചറും 10000 രൂപയുടെ പർച്ചേസിന് 1000 രൂപയുടെ പർച്ചേസ് വൗച്ചറും സൗജന്യമായി നൽകും. പർച്ചേസ് വൗച്ചറിൽ യാതൊരു നിബന്ധനകളുമില്ലാതെ ഈ സംഖ്യയ്ക്ക് ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നു. ഏറ്റവും ട്രെൻഡി വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. മികച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ കളക്ഷനുമായി വിപുലമായ ലേഡീസ് വെയർ വിഭാഗവും വിവിധ ശ്രേണികളിലായി ഏറ്റവും പുതിയ കളക്ഷനോടുകൂടിയ സാരി വിഭാഗവും എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഒന്നിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും മികച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ കളക്ഷനോടുകൂടിയ കിഡ്സ് വെയർ വിഭാഗവും ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം റദ്ദാക്കി ഹൈക്കോടതി. വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് കാണിച്ച് UDF നൽകിയ ഹർജിയിലാണ് അനുകൂല വിധി. പട്ടാമ്പി ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർന്ന 7 നഗരസഭകൾക്കും ഒരു പഞ്ചായത്തിനും വിധി ബാധകം. LSGD-AE ഇല്ലാത്ത പ്രശ്നം. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിഷേധം. ജില്ലാ പഞ്ചായത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ തടഞ്ഞുവെച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപണം. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ CPM പ്രക്ഷോഭത്തിൽ. ബാങ്കിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാർച്ച് നടത്തി. ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കോംപ്രമൈസിനും CPM തയ്യാറല്ലെന്ന് നേതാക്കൾ. മുണ്ടൂർ തൂത പാത നവീകരണം കാലതാമസമില്ലാതെ പൂർത്തിയാക്കുമെന്ന് K. പ്രേംകുമാർ MLA. പുഞ്ചപ്പാടത്തെ വള ഉൾപ്പെടെ അപകട സാധ്യതാ മേഖലകളിൽ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും MLA. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളും ഹരിത ഓഫീസുകളാകുന്നു. ഈ മാസം 30-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ജനുവരി 25-നകം പ്രഖ്യാപനമുണ്ടാകും. പെരിന്തൽമണ്ണ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവത്തിലേക്ക്. 52ാമത് ഖാദർ അലി ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 20-ന് നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങും. 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.